ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടം ക്ഷണിച്ചു വരുത്തിയത്. അപകടമുണ്ടാകുമെന്ന് കൊങ്കൺ റെയിൽവേ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടും തക്കതായ നടപടികൾ കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അതേസമയം കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാതിരുന്ന കരാറുകാരാണ് വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇതൊരു പ്രകൃതി ദുരന്തമല്ല, സർക്കാർ നിർമ്മിച്ച ദുരന്തമാണ്. തുരങ്കപാതയ്ക്കായി നീക്കം ചെയ്ത മണ്ണ് ഇവിടെ കൂട്ടിയിട്ടിരുന്നു. ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന തുരങ്കപാത നിർമ്മിക്കുന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാർ ഒന്നും ചെയ്തില്ല. സർക്കാർ വീഴ്ചയുടെ തെളിവുകൾ ഈ രേഖയിലുണ്ട്. തുരങ്കപാത പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം 25-ന് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സാണിത്. മിനിറ്റ്സിലെ 4-ാമത്തെ പോയിന്റ് ഇങ്ങനെ: പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണു കാരണം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി, മറ്റു പ്രതിഭാസങ്ങളോ കാരണം അപകടം ഉണ്ടാകാനുള്ള സാധ്യത തടയാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും എടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. സൈറ്റിൽ പ്രവൃത്തിയുടെ ഭാഗമായുള്ള മണ്ണ് താൽക്കാലികമായി സൂക്ഷിക്കാൻ സ്ഥലപരിമിതിയുള്ള കാര്യം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അറിയിച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ളതോ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതോ ആയ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ വാടക കരാർ കമ്പനി നൽകാൻ തയ്യാറാണെന്ന കാര്യവും അറിയിച്ചു. എന്നാൽ യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പിലായില്ല. കരാറുകാരനെ പഴിചാരി സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശ്രമിച്ചത്. മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അവർ അതിൻ്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കഴിഞ്ഞ മാസം 25-ന് പൊതുമരാമത്ത് വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനം എന്തുകൊണ്ട് നടപ്പായില്ല? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P.K. ബഷീറിന്റെ പ്രതികരണം ഇങ്ങനെ: ഇതിന്റെ വർക്ക് അറേഞ്ച്മെന്റ് കൊങ്കണാണ്, എല്ലാ മേൽനോട്ടും കൊങ്കണാണ്. അല്ല, നമ്മളല്ല PWD മേൽക്കോട്ട് ചാരണ്ട. നമ്മളെ നിങ്ങൾ കുത്തി ചോദിക്കുന്നത് പതാണല്ലോ, അല്ല. ഇത് നമ്മൾ പിന്നെ നാട്ടിലെ ഒരു വിഷയമായതുകൊണ്ട് PWD ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിനെയും അങ്ങോട്ട് അയച്ചതാണ്. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ല. ഒരു ദുരന്തം ഉണ്ടായതാണ്, ഉണ്ടാക്കിയവരുണ്ട് ഇതിന് വ്യത്യസ്ത വീണ, നമ്മളല്ല. വയനാട് ജില്ല അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട മഴക്കാലത്ത് സർക്കാർ സംവിധാനം നിശ്ചലമായപ്പോൾ ഇരകളായത് ഈ ജനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.